തൃശൂരിൽ വോട്ടെണ്ണൽ അവസാന റൗണ്ടിലെത്തിയിരിക്കുന്നു. നിലവിലുള്ള ചിത്രം ഇതാണ്. 4,44,050 വോട്ടുകളാണ് സുരേഷ് ഗോപി നേടിയത്. സുനിൽ കുമാറാണ് രണ്ടാം സ്ഥാനത്ത്, 33,000 പരം വോട്ടുകൾ. UDF കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്ത്, 32,000 പരം വോട്ട്, 3,22,000 പരം വോട്ടുകൾ. അതാണ് സാഹചര്യം. അങ്ങനെ മാറുന്നു എന്നതാണ്. മലപ്പുറത്തെ ചിത്രത്തിലും മാറ്റമുണ്ടാവുന്നു. ഈറ്റിയുടെ ഭൂരിപക്ഷം റെക്കോർഡാണ്. 2,71,031 വോട്ടുകൾ എന്ന് പറയുന്ന റെക്കോർഡിലേക്ക് ആ ഭൂരിപക്ഷം ഉയരുന്നു എന്നാണ് സാഹചര്യം. സമദാനിക്ക് 2,13,123. രണ്ട് ലീഗ് സ്ഥാനാർത്ഥികളും 2 ലക്ഷത്തിന് മുകളിൽ വോട്ടുകൾ ഭൂരിപക്ഷം നേടിക്കൊണ്ട് UDF-ൽ തങ്ങളുടെ അപ്രമാദിത്യം, കാരണം ആ സമൂഹത്തിന്റെ പിന്തുണ അല്ലെങ്കിൽ ആ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ജനസ്വാധീനമൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുകയാണ്. ഒരുപാട് നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടായിട്ടും, ഒരുപാട് വിവാദങ്ങൾ കടന്നു വന്നിട്ടും, സമസ്ത പോലെയുള്ള വിഷയങ്ങൾ വന്നിട്ടുമൊക്കെ ലീഗിന്റെ കോട്ടകളിൽ ഒരു തരത്തിലും ഇളക്കം തട്ടിയില്ല എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് CV അനുമോദിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. അനുമോദ അല്പസമയത്തിനും ചേരുമെന്ന് പ്രതീക്ഷിക്കുക. കാരണം ലീഗിന്റെ ഈ വലിയ തിളക്കമാർന്ന വിജയം മലബാർ രാഷ്ട്രീയത്തിൽ ഇനി ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളും നിരവധിയാകും. സ്വാഭാവികമായും ഒരു മുന്നണി മാറ്റം എന്നൊക്കെ തരത്തിലൊക്കെ ചിന്തകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോഴത്തെ UDF-ന്റെ ഒരു വലിയ ഭൂരിപക്ഷം അത് ഭരണവിരുദ്ധ വികാരത്തിന്റെ പേരിലാകാം, പലവിധ ആരോപണങ്ങളുടെ പേരിലാകാം, LDF-ന്റെ ജനകീയ അടിത്തറ നഷ്ടപ്പെട്ടു എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നേക്കാം. അത് UDF-നെ ശക്തമാക്കുന്നു. ഒപ്പം ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിയും അതിശക്തമായി മുന്നോട്ട് വരുന്ന പശ്ചാത്തലം ലീഗിന്റെ മനസ്സ് മാറ്റിയേക്കാം. ലീഗ് UDF-ൽ ഉണ്ടാവും, UDF-നൊപ്പം ഉണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ പോരാട്ടം നടത്താൻ കേൾപ്പുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയായി UDF ഈ തെരഞ്ഞെടുപ്പോടെ വളർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളൊരു രാഷ്ട്രീയ മാറ്റത്തിനില്ല എന്ന സൂചന സാദിഖ് അലി തങ്ങളുടെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചതിലും ഉണ്ടായിരുന്നു എന്നതാണ് എൻ്റെ പ്രസക്തി. ലീഗ് UDF രാഷ്ട്രീയത്തിൽ ഒഴിവാക്കാനാവാത്തതാണ്, അത് തങ്ങൾ UDF-നൊപ്പമാണ് എന്നതാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുകയും ചെയ്തത്. രഞ്ജിത്ത്, ഈ കോൺഗ്രസിന്റെ നഷ്ടം BJP നേട്ടമാക്കുന്നു എന്ന പഴി പലപ്പോഴും കോൺഗ്രസ് കേൾക്കാറുണ്ട്. പക്ഷെ ഇത്തവണ അത് കേൾക്കേണ്ടി വരില്ല. തീർച്ചയായുമില്ല. കാരണം തൃശ്ശൂര് പോലെയുള്ളൊരു സ്ഥലത്ത് നമുക്കറിയാം വലിയ രാഷ്ട്രീയ പോരാട്ടം നടത്തി ജയിക്കുന്നു. തിരുവനന്തപുരത്ത് വലിയ പോരാട്ടം നടത്തി CPM വോട്ടുകളിലടക്കം വിള്ളലുണ്ടാക്കിയാണ് ഇപ്പോൾ അവിടെ രാജ് ചന്ദ്രശേഖരന്റെ മുന്നേറ്റം. പക്ഷെ ജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ ആറ്റിങ്ങലിലെ ഫലം വരാതിരിക്കുന്നു. അവിടെയും LDF കേന്ദ്രങ്ങളിലാണ് UDF-ന്റെ കടന്നുകയറ്റം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. പാലക്കാട്ടും വലിയ മുന്നേറ്റം BJP സ്ഥാനാർത്ഥികൾ ഉണ്ടാക്കുന്നു എന്നതും വളരെ പ്രധാനമാണ്. അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ 794 വോട്ടുകൾക്ക് മുന്നിൽ എന്ന നിർണായകമായ വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. ആറ്റിങ്ങലിൽ 794 വോട്ടുകൾക്ക് മുന്നിൽ എന്നാണ്. കോട്ടയത്തെ വോട്ട് നില തിരിച്ചു വന്നിട്ടുണ്ട്. 1,56,778 വോട്ടാണ് തുഷാർ വെള്ളാപ്പള്ളി അവിടെ നേടിയത്. അത് നേട്ടമാണോ കോട്ടമാണോ സാഹിത്യം? വിചാരിച്ച ഫലം അവിടെ ഉണ്ടായോ ആ സംവിധാനം കൊണ്ട്? 1,56,000 പരം വോട്ടുകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകളാണ് ലഭിച്ചതെന്ന കാര്യം തർക്കമില്ല.